ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മെയ് 13 മൗനിയായ വിശുദ്ധ ജോണിൻ്റെ തിരുനാൾ. അർമേനിയയിൽ നിക്കോപോളിസിൽ ഒരു കുലീന കുടുംബത്തിൽ ജോൺ ജനിച്ചു. മാതാപിതാക്കൾ അവന് നല്ല വിദ്യാഭ്യാസം നൽകി. ദൈവത്തിൻ്റെ അനന്തമായ പരിപൂർണതകളെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് നിന്ദകളെയും അപമാനങ്ങളെയും സ്വാഗതം ചെയ്യാനും ശരീരത്തിൻ്റെ ദുഷിച്ച പ്രവണതകളെ പ്രതിരോധിക്കാൻ ശാരീരിക പ്രായശ്ചിത്തങ്ങളും അഭ്യസിച്ചു പോന്നു. ആത്മപരിത്യാഗങ്ങൾ ധാരാളമായി അനുഷ്ഠിക്കുകയും പ്രാർത്ഥനയിൽ ഏകാഗ്രത കിട്ടാൻ വേണ്ടി വളരെ ചുരുക്കമായിട്ട് സംസാരിച്ചിരുന്നുള്ളൂ. അങ്ങനെ ഏകാന്തതയിൽ കഴിയുമ്പോൾ നിർബന്ധപൂർവം 28-ാമത്തെ വയസ്സിൽ കൊളോണിയൻ രൂപതയുടെ മെത്രാനായി. 9 വർഷം അജഗണത്തെ ക്രിസ്തീയ ചൈതന്യത്തിൽ നിറയ്ക്കാൻ അധ്വാനിച്ച് 10-ാം വർഷം മെത്രാൻ സ്ഥാനം ഒഴിഞ്ഞു. പാലസ്തീനയിൽ പോയി വിശുദ്ധ സാബായുടെ ലൗറയിൽ ഇതര സന്യാസികളോടൊപ്പം തപസ്സു ചെയ്യാൻ തീരുമാനിച്ചു. വിശുദ്ധ സാബാസ് തനിക്കായി അനുവദിച്ചു തന്ന പർണശാലയിൽ ആഴ്ചയിൽ 5 ദിവസവും ഒന്നും തന്നെ ഭക്ഷിച്ചിരുന്നില്ല. ശനിയും ഞായറും ദേവാലയ ആരാധനയിൽ പങ്കെടുത്തും പോന്നു. വിശുദ്ധ സാബാസ് ജോൺ മെത്രാനാണെന്നറിഞ്ഞതും 4 വർഷത്തെ അവിടത്തെ ആശ്രമ ജീവിതം ഉപേക്ഷിച്ച് വനാന്തരങ്ങളിൽ താമസമാക്കി. അങ്ങനെ 9 കൊല്ലത്തെ മെത്രാൻ സ്ഥാനത്തിനു ശേഷം 76 കൊല്ലം മരുഭൂമിയിൽ തപസ്സനുഷ്ഠിച്ച ജോൺ 104-ാമത്തെ വയസ്സിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. മൗനിയായ വിശുദ്ധ ജോണെ, ഈ ദിനം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.